താങ്ക്സ് അടി. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഇപ്പം എൻ്റെ ജോലി കയ്യാലപ്പുറത്തിരുന്നാണ്. ദാണ്ടേ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് താങ്ക്സ്, ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് വേണ്ട എന്ന്. അത് കുഴപ്പമില്ലടി, നീ ഞങ്ങളുടെ ഫ്രണ്ടല്ലേ. നിനക്കൊരു പ്രശ്നം വന്നാൽ ഞങ്ങളൊക്കെ അല്ലേ കൂടെ നിൽക്കണ്ടേ. ആ സംസാരിച്ചൊക്കെ മതി, അപ്പം നമുക്ക് പോവാം. അതെ, അങ്ങനെ അങ്ങ് പോയാലോ? അതാരാ പുറകെ നിന്നൊരു അപശബ്ദം? ഇതാര്? റോസമ്മയാ? എടി ജ്യോതി, നിൻ്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ റോസമ്മ എന്ന് വിളിക്കരുതെന്ന്. എന്തോ റോസമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? അല്ല, റോസമ്മ ഇപ്പോൾ ഇത് പറയാനാണ് ഇങ്ങോട്ട് വന്നേ? നിന്നെ ഞാൻ ഇന്ന് കൊല്ലൂടി പട്ടി. എൻ്റെ റോസമ്മ നീ ഒന്ന് നിർത്ത്. അല്ല റോസേ, നീ ഒന്ന് നിർത്ത്. അവളെ ചുമ്മാ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ പറയുന്നേക്ക്. അവളെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞതൊക്കെ, നീ എന്തിനാടി ഇപ്പം എന്നെ റോസമ്മയെന്ന് വിളിച്ചേ? പറയടി പട്ടി. എൻ്റെ പൊന്നു പിള്ളേരെ ചുമ്മാ കിടന്ന് വഴക്കുണ്ടാക്കാതെ നിർത്തിക്കേ, കുറേ നേരമായി. റോസേ നീ എന്തിനാടി വന്നേ? വന്ന കാര്യം ചോദിച്ചിട്ട് പോകാൻ നോക്ക്. എടി, നിങ്ങൾക്കൊക്കെ എത്ര നല്ലതായിട്ട് പാട്ട് പാടാൻ പറ്റുമെന്ന് നിങ്ങളെന്താ എൻ്റെ അടുത്ത് പറയാഞ്ഞേ? അത് പിന്നെ റോസേ, എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടല്ലോ. പിന്നെ ഇപ്പം പിന്നെ സമയം നീണ്ടു വളർന്ന് കിടക്കില്ലേ. എൻ്റെ റോസേ, നമ്മുടെ സാറുമാരെന്തേ? അവർ നേരത്തെ ഡ്രിങ്ക്സ് അടിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ പാട്ട് തുടങ്ങിയപ്പോൾ തന്നെ അവർ ഓഫായി. എടി പിന്നെ എനിക്ക് പെട്ടെന്ന് വീട്ടിലോട്ടൊന്ന് പോകണം, വീട്ടിൽ നിന്ന് വിളിച്ച്. കിടക്കുന്നു നോക്കാം, നമുക്ക് ഒറ്റ കീറ വെച്ച് കൊടുക്കാൻ തോന്നും. നീ മിണ്ടായിരുന്നേ, ഉറക്കത്തിൽ വരെ ഭയങ്കര ശ്രദ്ധയാണ്. അല്ലടി, ഇതിനെങ്ങനെ ഇട്ടിരുന്നാൽ മതിയോ? എടുക്കണ്ടേ? എടുക്കാൻ ഇവരെന്താ ബോഡിയാ? ജെകെ ജസ്റ്റ് കിഡിങ്. അവളുടെ ഒരു ജെകെ മഴയ്ക്കൊന്ന് പൊക്കടി. ഇതിനൊക്കെ ഇനി വീട്ടിൽ കൊണ്ട് നാക്കണത്. അതെന്തേലൊക്കെ ആവട്ടെ. എടി വൈശു, വണ്ടി എടുക്ക്. എടി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ ആ കമ്പനി ഞങ്ങളുടെ അച്ഛൻ്റെ ഇതിനൊക്കെ എന്താ പറ്റി? അയ്യേ, അപ്പൊ ഇതിനാണ് ഞാൻ ഇതിന്റെ കൂടെ കരഞ്ഞത്. എന്തായാലും മോളെ, നിനക്ക് മുള്ളണം. അത് പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ശരിക്കും മുള്ളണം? പൊടിപ്പട്ടി, നീയൊക്കെ ഒന്ന് വഴക്കൊക്കെ നിർത്തുന്നുണ്ടോ? ഒരു വയസ്സും ഇതോ ആ കണ്ണ് കടലെടുത്തോട്ട് നിർത്തിക്കോ. എന്തിനാടി തൈര്? എന്തിനാണെന്നത് ചോദിച്ചല്ലോ, അതിനാ ദേഷ്യപ്പെടുന്നു. ഒന്ന് വച്ച് ഞാൻ ദേഷ്യപ്പെട്ടല്ല, ഒരു തൈര് മേടിച്ചോണ്ട് വരാം. അങ്ങനെ ഞാൻ വിചാരിച്ചു വിളിച്ചതാണ്. ഞാൻ ദേഷ്യത്തോണ്ടായത് തലക്കൂടെ കണ്ടു. ഇതിനെന്താടി വെട്ടലൊടിച്ച? ഇനി ഇവിടെ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് വണ്ടി എടുക്കുന്നത് നല്ലത്. ആര് ശരിയാ, നീ പെട്ടെന്ന് വണ്ടി എടുക്കുക, അല്ലെങ്കിൽ പ്രശ്നം കൂടുതൽ വഷളാവും. ചേട്ടാ, ഈ ഗേറ്റ് ഒന്ന് തുറക്കുവോ? എടി, നീ ഇവിടെയൊന്ന് ചോദിക്കാതെ ഇറങ്ങിപ്പോയി ചോദില്ലേ. ചേട്ടാ, ഈ ഗേറ്റ് ഒന്ന് തുറക്കുവോ? താണ്ടെ ഇതുങ്ങളെ ഒന്ന് ഉള്ളിൽ കയറ്റി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾക്കൊന്ന് പോണമായിരുന്നു. അല്ല മോളാരാ? അതെന്താടോ, താൻ ആരാന്ന് പറഞ്ഞാൽ മാത്രമേ ഗേറ്റ് തുറക്കത്തുള്ളൂ. ഓ, നിങ്ങളായിരുന്നോ? ഇവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഗേറ്റ് തുറക്കില്ല. അതെന്താടോ ഇയാള് ഗേറ്റ് തുറക്കാത്തെ? ദാണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി വന്നാലുണ്ടല്ലോ, മര്യാദക്ക് ഗേറ്റ് തുറക്കടോ.
എന്റെ പൊന്നു മോനെ, ഇനി മുകളിന്ന് തമ്പുരാൻ വന്ന് ഇറങ്ങി പറഞ്ഞാൽ പോലും ഞാൻ ഈ ഗേറ്റ് തുറക്കില്ല. എൻ്റെ പൊന്നപ്പൂപ്പ, ഒന്ന് ഗേറ്റ് തുറക്ക്, ഞങ്ങൾക്ക് വീട്ടിൽ പോണം. ഡാ, നിന്റെ അടുത്തൊക്കെ രാവിലെ നിന്റെ അമ്മ വിളിച്ചു പറഞ്ഞല്ലേ ആ പ്രോജക്റ്റ് എടുത്താൽ നിന്നെ ഒന്നും പിന്നെ വീട്ടിൽ കയറ്റത്തില്ലെന്ന്. പിന്നെ എന്തിനാ അതിന്റെ മുമ്പിൽ വന്ന് കിടന്ന് വഴക്കുണ്ടാക്കുന്നേ? പിന്നെ നീ ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും വല്ല ഹോട്ടലിലും പോയി നിൽക്കാന്ന്. നിന്റെ ക്രെഡിറ്റ് കാർഡ് മൊത്തം ഞങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നീ എന്തോ ചെയ്യണമെന്ന് ഞങ്ങൾക്കൊന്ന് കാണണം. ആ വണ്ടർഫുൾ, തൃപ്തിയായി. എടി, നമ്മൾ പണിഞ്ഞത് നമുക്ക് തന്നെ നേരെ ഉൾട്ടായിട്ട് തിരിച്ചടിക്കുകയാണല്ലോ. എടി, നീ ഇതെങ്ങോട്ടാ? വേറെ അങ്ങോട്ട്. അതല്ലേ ഞാനും ചോദിച്ചേ, വേറെ എങ്ങോട്ടാ? ഞാനൊന്ന് മൊത്തം പറഞ്ഞോട്ടെ. നമ്മുടെ വീട്ടിലോട്ടാ. നമ്മുടെ വീട്ടിലോട്ടോ? അവിടെ പോയിട്ട് എന്തോ കിടന്നുറങ്ങണം.